ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ ദിവ്യമായ വചനം കേൾക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും കാതുകളെയും ജീവിതത്തെയും ഒക്കെ ഒരുക്കാം. നമുക്കിന്ന് ചിന്താവിഷയമായിട്ട് പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. എൻ്റെ പിൻപിലുള്ളവയെ വിസ്മരിച്ച് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ഇതാണ് തിരുവചനം. എൻ്റെ പിൻപിലുള്ളവയെ വിസ്മരിച്ച് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ഒരു സ്പോർട്സ്മാൻ്റെ സ്പിരിറ്റോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആശയത്തിലേക്ക് ഈ തിരുവചന ഭാഗം നമ്മളെ കൊണ്ടുപോവുകയാണ്. ഈ ഓട്ടം അതിൻ്റെ നല്ല രീതിയിൽ പരിസമാപ്തിയിൽ എത്തണമെങ്കിൽ പുറകിലുള്ള കുറേ കാര്യങ്ങളെ നമ്മൾ വിസ്മരിക്കേണ്ടതായിട്ടുണ്ട്. പുറകിലുള്ള കാര്യത്തെ വിസ്മരിക്കുമ്പോൾ മുന്നിലുള്ളതിനെ ഏറ്റവും പ്രതീക്ഷയോടെ പ്രത്യാശയോടുകൂടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 9-ാം അധ്യായത്തിൽ 24-ാമത്തെ വചനം വളരെ ശ്രദ്ധേയമാണ്. മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണ്. അടുത്ത വചനം, ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ. മത്സരക്കളത്തിൽ എല്ലാവരും ഓട്ടക്കാരാണ്. പക്ഷേ ഓടി ഓടി ഒന്നാമതായിട്ട് എത്തുന്നവൻ, ആ ഓട്ടത്തിൽ സമ്മാനത്തിന് വേണ്ടി എന്നവണ്ണം നിങ്ങൾ ഓടണമെന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രം. ഈ ലോകജീവിതം വാസ്തവത്തിൽ ഞാനും നിങ്ങളും ഒക്കെ ഒരു ഓട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ഈ ഓട്ടത്തിൽ നമുക്ക് 100% വിജയം കൈവരിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മുടെ പുറകിലുള്ള കഴിഞ്ഞുപോയ കുറേ കാര്യങ്ങളെ വിസ്മരിച്ചിട്ട് വേണം നമ്മൾ ഓടാനായിട്ട്. ഈ ഓട്ടത്തിന് നമുക്കൊരു ലക്ഷ്യമുണ്ട്. സ്വർഗമാകുന്ന ജെറുസലത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഓട്ടത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഇവിടെ നമുക്ക് ഈ ഓട്ടം എളുപ്പമാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ ഓട്ടം നമുക്ക് മുന്നേ ഓടിത്തീർത്ത അനേകരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. അവരൊക്കെ അവരുടെ റോളുകൾ വളരെ മനോഹരമായി വളരെ ഭംഗിയായി അവർ ചെയ്തു തീർത്തു. നമുക്ക് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകളിലൂടെ യാത്രയാകുമ്പോൾ അബ്രാഹം, നോഹ, യൗസേപ്പ്, മേരി, അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ കാണുകയാണ്. അവരുടെയൊക്കെ നല്ല ഓട്ടങ്ങൾ ഓടി പൂർത്തിയാക്കി സ്വർഗസമ്മാനം നേടിയവർ. ഇന്നത്തെ ഈ കാലയളവിൽ ഈ യുഗത്തിൻ്റെ ഓട്ടക്കാർ നമ്മൾ ഓരോരുത്തരുമാണ്. ഞാനും നിങ്ങളുമാണ് ഈ ഓട്ടക്കലത്തിൽ ഇന്ന് മത്സരാർത്ഥികളായിട്ട് ഉള്ളത്. ഈ ഓട്ടം അതിൻ്റെ പൂർണ്ണതയിൽ ഓടി നമുക്ക് തീർക്കാൻ കുറേ പേരുടെയൊക്കെ സഹായം കൂടെ നമുക്ക് ആവശ്യമല്ലേ. നമ്മുടെ തന്നെ പരിശ്രമത്തിൽ ഓടി ഒന്നാമതെത്താനായിട്ട് നമുക്ക് പറ്റിയില്ല. അതിന് വേണ്ട പരിശീലനം തരുന്നവർ നമുക്ക് വേണം, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ വേണം, ആ ഓട്ടത്തിൽ തെറ്റാതെ നേരായ വണ്ണം ഓടാൻ നമ്മളെ സഹായിക്കുന്നവർ വേണം. അങ്ങനെ കുറേ പേരുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ ഓട്ടം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് വചനത്തിൽ നമ്മൾ കാണുകയാണ്. ഈ ഓട്ടത്തിൽ ആരൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്? ഈ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ ദൈവം എത്ര പേരെയാണ് നമുക്ക് വേണ്ടി കരുതിയേക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുജനങ്ങൾ, ഗുരുഭൂതർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സ്നേഹസ്വന്തങ്ങൾ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, അനേകർ ഈ ഓട്ടവഴിയിൽ നമ്മളെ സഹായിക്കാനായിട്ട് ദൈവം കരുതി വെച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെ മാർഗനിർദ്ദേശങ്ങൾ കൂടെ നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ജീവിതം നമ്മൾ തീർക്കുന്നത് എങ്കിൽ വളരെ എളുപ്പമായി എന്ന് മാത്രമല്ല വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ ഓട്ടം പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ഞങ്ങളൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ കടലിൽ കിടക്കുന്ന ആ സഹോദരൻ പങ്കുവച്ച ഒരു കാര്യം ഓർക്കുക. ആ സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഭംഗിയായി നിറവേറ്റി, ഏതാണ്ട് എൻ്റെ ഓട്ടം പൂർണ്ണമായി എന്ന് തോന്നുകയാണ്. അദ്ദേഹത്തിന് ക്യാൻസർ രോഗമാണ്. എന്നിട്ട് പറയാം, എൻ്റെ ഓട്ടം ഏതാണ്ട് പൂർണ്ണമായി, ദൈവം ഏൽപ്പിച്ച പിള്ളേരെയൊക്കെ ഓരോ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തു. ഇനി എനിക്ക് എൻ്റെ ആത്മാവിനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട്
എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് അവിടുത്തെ കരങ്ങളിലേക്ക് പോകാൻ ഞാനിവിടെ കാത്തു കിടക്കുക. അതുകൊണ്ട് സിസ്റ്ററെ നല്ലൊരു മരണം കിട്ടാൻ വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ആ സഹോദരൻ പറഞ്ഞ നല്ല വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. അങ്ങനെ ജീവിതത്തിൽ എത്രയോ മനുഷ്യരാണ് ദൈവം അവർക്ക് കൊടുത്ത ഈ ജീവിതം നല്ല രീതിയിൽ ജീവിച്ച് ഓടി കഷ്ടപ്പാടുകൾ സഹിച്ച് അതിനു വേണ്ട എല്ലാ ആകുലതകളും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വീകരിച്ച് ഓട്ടം പൂർത്തിയാക്കി തമ്പുരാൻ്റെ പക്കലേക്ക് എത്തുന്ന എത്രയോ ആയിരങ്ങളാണ് നമുക്ക് മുൻപേ കടന്നു പോയിട്ടുള്ളവർ. നമ്മളൊക്കെ ത്യാഗത്തിൻ്റെ വഴികളിലൂടെ, കഷ്ടപ്പാടിൻ്റെ വഴികളിലൂടെ, നമ്മളെയൊക്കെ ഞെരുക്കുന്ന രോഗപീഠകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മളുടെ ഈ ജീവിതം പരാജയപ്പെട്ട് കാണാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ നിങ്ങളുടെയും ജീവിതം അതിൻ്റെ വിജയത്തിൽ എത്തിക്കാണാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുക. പരാജയങ്ങൾ നമ്മളെ ഞെരുക്കുമ്പോഴും, സാമ്പത്തിക കടബാധ്യതകൾ നമ്മളെ വീർപ്പുമുട്ടിക്കുമ്പോഴും, ഒരു ജോലിയില്ലാത്ത അവസ്ഥയിൽ അനുഭവിക്കുന്ന മനവിഷമം നമ്മൾ ഫേസ് ചെയ്യുമ്പോഴും കർത്താവിൻ്റെ ആഗ്രഹം എന്തെന്നറിയുമോ? നമ്മളൊക്കെ ഈ പരാജയത്തിൽ വിജയികളായി തീരണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ആശ. അതുകൊണ്ടാണ് ഈ ഓട്ടം നല്ല രീതിയിൽ ഓടി പൂർത്തിയാക്കണമെന്ന് പറയുന്നത്. സിസ്റ്റർ ധ്യാന സെൻറ്ററിൽ ധ്യാനിക്കാനായിട്ട് വന്ന ഒരു സഹോദരൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് 1 കോടി രൂപയോളം കടമുണ്ട്, 1 കോടി രൂപയോളം കടമുണ്ട്, എനിക്കൊരു സ്വസ്ഥതയില്ല, എങ്കിലും ദൈവം എന്നെ സഹായിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഓരോ ദിവസവും പുലരുമ്പോഴും പ്രത്യാശയോടുകൂടെ ഞാൻ മുന്നോട്ട് ഓടുകയാണ്. അദ്ദേഹം പറയാണ്, ഓരോ ദിവസം പുലരുമ്പോഴും അതീവ പ്രത്യാശയോടുകൂടെ ഞാൻ മുന്നോട്ട് ഓടുകയാണ്. ഈ ഓട്ടത്തിൽ എന്നെ സഹായിക്കാൻ കർത്താവുണ്ട്, അല്ല ആരെങ്കിലുമൊക്കെ എന്നെ ദൈവം അന്നത്തേന് ഒരുക്കുമെന്ന് ആ സഹോദരൻ എത്ര പ്രത്യാശയോടുകൂടിയാണ് പങ്കുവച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൻ്റെ ഈ ഓട്ട മത്സരക്കളത്തിൽ നീ നിൽക്കുമ്പോൾ തനിച്ചല്ല. പരാജയങ്ങളുടെ വലിയൊരു കൂമ്പാരം കൂട്ടത്തിലുണ്ടെങ്കിലും, തിക്തമായ അനുഭവങ്ങളുടെ, രോഗങ്ങളുടെ, വലിയ കടബാധ്യതകളുടെ കഷ്ടവേദകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അവിടെ നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെ ദൈവമുണ്ട്. ദൈവം നമുക്ക് വേണ്ടി പറഞ്ഞയക്കുന്ന അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട് എന്നുള്ള ഒരു ഓർമ്മ നമ്മളെ ഏറെ സഹായിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനം വളരെ ശ്രദ്ധേയമാണ്, ശ്രേഷ്ഠമാണ്. അത് പറയുന്നത് ഇപ്രകാരമാണ്: വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും മായിച്ചു കളയില്ല. എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെ സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. വിജയം വരിക്കുന്നവനെ ഞാൻ വെള്ളവസ്ത്രം ധരിപ്പിക്കും. അവിടുത്തെ കരങ്ങളിൽ നിന്ന് നമ്മളുടെ പേര് ഒരിക്കലും മായിച്ച് കളയേല. ജീവൻ്റെ ഗ്രന്ഥത്തിൽ നമ്മുടെ പേര് എഴുതപ്പെടും. വിജയം വരിക്കുന്നവനുള്ള ആ വലിയൊരു സമ്മാനത്തെക്കുറിച്ചാണ് തിരുവചനം പറയുക. അപ്പോൾ ഈ ജീവിതം നമ്മൾ ജീവിച്ച് തീർന്നു കഴിയുമ്പോൾ നമുക്കൊരു സമ്മാനം കൂടെ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഒരു കൊച്ചു സമ്മാനം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. നമ്മുടെ പേരൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ആ ഒരു സമ്മാനം മേടിക്കാനായിട്ട് സ്റ്റേജിലോട്ടൊക്കെ നമ്മൾ കയറി പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊരു സമ്മാനമാണ്, നമ്മുടെ എന്തൊരു സന്തോഷമാണ്. നമ്മളുടെ ആ കഷ്ടപ്പാടിൻ്റെ അല്ലെങ്കിൽ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം എനിക്ക് കിട്ടിയല്ലോ, ആ സന്തോഷത്തോടു കൂടി നമ്മൾ ആ സമ്മാനം കൈപ്പറ്റാനായിട്ട് പോകുന്ന ഒരനുഭവം, ഒരു പ്രത്യേക സംതൃപ്തി തന്നെയാണ് അത്. ഇതാ ഇവിടെ വചനം പറയുകയാണ്: വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ഞാൻ ധരിപ്പിക്കും, ജീവൻ്റെ പുസ്തകത്തിൽ അവൻ്റെ പേര് ആലേഖനം ചെയ്യും. നമുക്ക് കിട്ടാൻ പോകുന്ന വലിയ സമ്മാനമാണിത്. നമുക്ക് ഈ സമ്മാനം വാങ്ങണം. ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഈ സമ്മാനം, ഈ ജീവിതം ഓടിത്തീർത്തതിന് ശേഷം സംതൃപ്തിയോടുകൂടെ അവിടുത്തെ കരങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ കരങ്ങളിൽ നിന്ന് നമുക്ക് ഈ വെള്ളവസ്ത്രം ധരിക്കേണ്ടതായിട്ടുണ്ട്. സമാധാനത്തിൻ്റെ ഒരു വെള്ളവസ്ത്രം, ഐശ്വര്യത്തിൻ്റെ വെള്ളവസ്ത്രം. അവിടെ പിന്നെ രോഗമോ ദുരിതമോ പട്ടിണിയോ കഷ്ടപ്പാടോ ഒന്നുമില്ല. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രം മതി. വിജയം വരിക്കുന്നവന് ഞാൻ വെള്ളവസ്ത്രം നൽകും. വിജയം വരിക്കുന്നവനാണ് ആ സമ്മാനം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ജീവിതത്തിൽ വിജയം വരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ പരിശ്രമിക്കുകയും വേണം. വെളിപാട് പുസ്തകം തന്നെ 22-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനം കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തിക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. എത്ര നല്ലൊരു വചനമാണ്!
ഇതാ ഞാൻ വേഗം വരുന്നു. ഞാൻ വെറും കൈയോടെയല്ല വരുന്നത്, എൻ്റെ കയ്യിൽ നിങ്ങൾക്കുള്ള സമ്മാനവുമുണ്ട്. അടുത്ത വചനം കൂടെ. ആർക്കായി സമ്മാനം? വിജയം വരിക്കുന്നവന്. ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് അനുസൃതമായ സമ്മാനം. ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തിക്ക് അനുസൃതമായ സമ്മാനം. അപ്പം നമ്മളുടെ ഈ ലോക ജീവിതത്തിൻ്റെ പ്രവൃത്തിക്ക് അനുസൃതമായ സമ്മാനവുമായിട്ടാണ് കർത്താവ് നമ്മളെ സന്ദർശിക്കാനായിട്ട് കടന്നു വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചിട്ട് ഒരു സഹോദരി പറഞ്ഞു, സിസ്റ്റർ പ്രഭാഷണമൊക്കെ കേട്ടപ്പം എനിക്ക് വലിയൊരു സമാധാനം തോന്നി. എന്നിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു വിഷയം കൂടെ ആ സഹോദരി പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ കുഞ്ഞിന് ഒരു തീരാ രോഗമാണ്. നാളുകളായി മക്കളില്ലാതെ പ്രാർത്ഥിച്ച് ദൈവം ഞങ്ങൾക്ക് തന്ന ഒരു കുഞ്ഞാണ്. പക്ഷേ ആ ഒരു രോഗം കഴിഞ്ഞ് മറ്റൊരു രോഗം കഴിയുമ്പോൾ വേറൊന്ന്, ഇങ്ങനെ രോഗപീഠകളാൽ ഞങ്ങളുടെ കുഞ്ഞ് വിഷമിക്കുകയാണ്. സിസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. എന്നിട്ട് ആ സഹോദരി എന്നോട് പങ്കുവച്ചു, സിസ്റ്ററെ, കൊച്ചിനിങ്ങനെ രോഗമാണെന്ന് വിചാരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളിലോ ഞങ്ങളുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലോ യാതൊരു കുറവും ഞങ്ങൾ വരുത്തിയിട്ടില്ല. കുഞ്ഞിനെ കൊണ്ട് പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, സ്കൂളിൽ കൊണ്ടേയാക്കും, തിരിച്ചു കൊണ്ടുവരും. പറയാണ്, ഈ ജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് തന്നേക്കുന്ന ഈ ഒരു ത്യാഗത്തിൻ്റെ മേഖലകൾ കൂടെ വളരെ സന്തോഷപൂർവ്വം കരങ്ങൾ നീട്ടി ഏറ്റ് വാങ്ങിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട് അവനവൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ, കഷ്ടപ്പാടുകൾ, വിഷമതകൾ, ഞെരുക്കുന്ന രോഗങ്ങൾ. ഇതൊന്നും ഇല്ലാത്ത ആരെയും ഈ ഭൂമിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ഓരോ മനുഷ്യനും അവൻ്റേതായ വിഷമതകൾ വഹിച്ചുകൊണ്ടാണ് അവൻ്റെ ഓട്ടം ഓടുന്നത്. അതാ കർത്താവ് കൂടെ പറഞ്ഞത്, ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് അനുസൃതമായ ഫലമാണ് അവിടുന്ന് തരുന്നതെന്ന്. നമ്മുടെ പ്രവൃത്തിക്ക് അനുസൃതമായ ഫലം തരും. അമ്മച്ചിമാരും ഒക്കെ സിസ്റ്ററിനോട് പറഞ്ഞ അനുഭവമുണ്ട് എനിക്ക്. സിസ്റ്ററെ, ഞാൻ ഈ കഷ്ടപ്പാടുകളെല്ലാം കഷ്ടപ്പെട്ടിട്ട്, ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഏറ്റുവാങ്ങിയിട്ട്, ഈ ത്യാഗങ്ങളെല്ലാം ചെയ്തിട്ട് ദൈവം കണ്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടമെന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. ദൈവം കണ്ടില്ല എന്നെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ദൈവം ഈ കഷ്ടപ്പാടുകളും ഈ അലച്ചിലുകളും അറിഞ്ഞിട്ടില്ല എന്നെങ്ങനെയാണ് നിങ്ങൾ ഗ്രഹിക്കുന്നത്? ദൈവം ഓരോന്നും അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്, ഓരോന്നും അതാത് നിമിഷങ്ങളിൽ സമയങ്ങളിൽ അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ഓരോരുത്തർക്കും അവൻ്റെ പ്രവൃത്തിക്ക് അനുസൃതമായിട്ടുള്ള ഫലം കർത്താവ് തരുമെന്ന്. അതുകൊണ്ട് നമുക്ക് അഭിമാനപൂർവ്വം പറയാനായിട്ട് നമുക്ക് സാധിക്കണം, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കും, അല്ല ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. ദൈവഹിതപ്രകാരം നമുക്ക് പറയാനായിട്ട് സാധിക്കണം. അതിനിടയിൽ, ഈ ഓട്ടത്തിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മളെ തരണം ചെയ്യും. കുറേയൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 7-ാം അധ്യായം 29-ാമത്തെ തിരുവചനം, സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. വചനം പറയുകയാണ്, സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. മനുഷ്യർക്കെല്ലാവർക്കും ഉയരങ്ങൾ സ്വപ്നം കാണാനും ഉയരങ്ങളിൽ എത്തിപ്പിടിക്കാനും ആശിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. കഴിഞ്ഞ ദിവസം സംസാരിക്കവേ ഒരു സഹോദരൻ പറഞ്ഞു, സിസ്റ്റർ, എൻ്റെ ബുദ്ധിയുടെ വൈഭവം കൊണ്ട് ഞാനൊരു യന്ത്രം കണ്ടുപിടിച്ചു. ഇപ്പം ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ബുദ്ധിയുടെ വൈഭവം കൊണ്ട് എന്ന് ഞാൻ പറയല, ദൈവത്തിൻ്റെ കരുണ കൊണ്ട്, ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് സഹോദരൻ ഒരു ചെറിയ യന്ത്രം കണ്ടുപിടിച്ചു. ഉടനെ എന്നോട് പറഞ്ഞു, ആമേൻ, അങ്ങനെ ആയിരിക്കട്ടെ എന്ന്. മനുഷ്യർക്കൊക്കെ ഉയരങ്ങളിലെത്താനായിട്ട് ആശയമുള്ളവരാണ്, ആഗ്രഹങ്ങൾ ഉള്ളവരാണ്. പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ബാബേൽ ഗോപുരം പണിയുന്ന അവസ്ഥ, ആ രംഗം നമ്മൾ കാണുന്നുണ്ട്. സ്വർഗത്തോളം എത്തിത്തീരാൻ പിടിക്കാൻ തക്കവണ്ണമുള്ള വലിയ ഗോപുരം അവർ നിർമ്മിക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ടോ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒന്നല്ല ദൈവത്തിൻ്റെ വഴികൾ എന്നുള്ള കാര്യം. പക്ഷേ ഇതിനിടയിൽ അവൻ ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് വലയുന്നതായും നമ്മൾ കാണുകയാണ്. ഈ സങ്കീർണമായ പ്രശ്നങ്ങളെല്ലാം അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. കഴിഞ്ഞിടെ ഫോൺ വിളിച്ചിട്ട് ഒരു സഹോദരൻ സംസാരിക്കുകയുണ്ടായി, സിസ്റ്റർ, ഒന്ന് പ്രത്യേകമായ രീതിയിൽ പ്രാർത്ഥിക്കണമേ. എന്താണ് കാര്യം? ഞാൻ അല്പം ഒരു പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. പ്രത്യേകമാം വിധം പ്രാർത്ഥിക്കണമേ.
അപ്പോൾ ഞാൻ ചോദിച്ചു, ജീവിക്കാനുള്ളത് എന്തെങ്കിലുമൊക്കെ കൺമുൻപിലുണ്ടോ? ഉടനെ പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധേയമാണ്. ജീവിക്കാനൊക്കെ ഉണ്ട് സിസ്റ്ററെ, ഒരു കുറച്ചുകൂടെ ഒന്ന് സമ്പാദിച്ചേക്കാം, കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ സമ്പാദിച്ചേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് പ്രാർത്ഥിക്കണമെന്ന്. മനുഷ്യർക്കൊക്കെ സമ്പാദിക്കണം, അല്ലെങ്കിൽ ഉയരങ്ങളിലെത്തണം എന്നുള്ള ആശകളൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ദൈവത്തെ തൻ്റെ കരങ്ങളിൽ ഒതുക്കിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് നനയ്ക്കുമ്പോഴാണ് അത് പോഷത്തരമായി മാറുന്നത്. വാസ്തവത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യർക്കൊക്കെ ദൈവം സമീപസ്ഥനാണ്. ദൈവം മനുഷ്യനെ തേടി ഈ ഭൂമിയിലേക്ക് താഴേക്ക് വന്നതാണ്. അതുകൊണ്ട് നമ്മൾ തിരുവചനത്തിൽ ധ്യാനിച്ചെത്തുമ്പോൾ ചരിത്രത്തിലെ പ്രധാനപ്പെട്ടതായ ഒരു ചോദ്യം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യനെ തേടി ഇറങ്ങി വന്ന ദൈവം മനുഷ്യനോട് ചോദിക്കുക, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെ ചോദ്യമാണ് മനുഷ്യനോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നിൻ്റെ ആഗ്രഹം? അത്രയും മനുഷ്യനെ അന്വേഷിച്ച് അവനെ സഹായിക്കാൻ, അവൻ്റെ കൂടെ ആയിരിക്കുവാൻ ആശിച്ച് വെമ്പൽ കൊണ്ട് ഇറങ്ങി വരുന്ന ദൈവം, അതൊരു വളരെ മനോഹരമായ ഒരു ചോദ്യമാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതാണ് നിൻ്റെ ആഗ്രഹം. ലൂക്കാ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വചനമാണത്. 41-ാമത്തെ വചനം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതാണ് നിൻ്റെ ആഗ്രഹം. നമ്മളൊക്കെ ഈ ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയിൽ ഒന്ന് നിൽക്കാനും, കർത്താവിനെ ഒന്ന് തിരയാനും, കർത്താവിൻ്റെ ആശകളൊന്ന് അറിയാനും, അവിടെ നിന്നോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കൊടുക്കാനും ഒക്കെ സാധിച്ചുവെങ്കിൽ അത് വലിയ ഒരു ഭാഗ്യമാണ്, അത് വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മളൊക്കെ സന്തോഷത്തോടെ ഇരിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പ്ലാൻ. ഇതാ തിരുവചനം നമ്മളോട് പറയുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ തിരുവചനം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അവിടുന്ന് തൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി തന്നു. നമുക്ക് വേണ്ടി ആ സ്നേഹം തന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചുവോ അങ്ങനെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നമുക്ക് ആരോടും യാതൊരു ഉത്തരവാദിത്വവും. സ്നേഹിക്കുക, സ്നേഹിക്കുക, സ്നേഹിച്ച് സ്നേഹമായി തീരുക. ഇതാണ് നമ്മളുടെ ഈ ഓട്ടത്തിനിടയിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം. അതിന് യേശു പറയുവാണ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്നേഹം തന്നിട്ടുണ്ട്. ആ സ്നേഹം നിങ്ങൾ അനുഭവിച്ചിട്ട് ആ സ്നേഹം മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യപ്പെടണമെന്ന് പറയുകയാണ്. വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് തന്നെ കടന്നു ചെല്ലുമ്പോൾ 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനം, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. സ്നേഹം തന്നു, സമാധാനം തന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ആർക്കും ഈ സമാധാനം നിങ്ങളിൽ നിന്ന് അപഹരിച്ച് എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല. യേശു തരുന്ന ഈ സമാധാനം, അതിനകത്ത് എന്തോരം കഷ്ടതകളോ നഷ്ടതകളോ മരണമോ വേർപാടോ ദുഃഖമോ ആപത്തോ വാളോ എന്തു വന്നാലും ഈ സമാധാനത്തെ അസ്വസ്ഥപ്പെടുത്താനായിട്ട് സാധ്യമല്ല എന്ന് പറയുകയാണ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. അത് യേശു തരുന്ന ഈ സമാധാനം മറ്റൊരാൾക്കും നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധ്യമല്ല. കഴിഞ്ഞ ദിവസം ധ്യാനിക്കാനായിട്ട് വന്ന ഒരു സഹോദരിയുടെ 4 വയസ്സ് പ്രായമുള്ള കൊച്ച് മഞ്ഞപ്പിത്തം പിടിപെട്ട് മരിച്ചു. മൂത്ത ഒരു ആൺകുഞ്ഞ് അവർക്കുണ്ട്, ഇതൊരു പെൺകുഞ്ഞായിരുന്നു. മഞ്ഞപ്പിത്തം കൂടി അത് വളരെ സീരിയസ് ആയി, കൊച്ച് പെട്ടെന്ന് മരിച്ചു. ആ വലിയ വേർപാടിന് ദുഃഖമൊക്കെ ആയിട്ടാണ് ധ്യാനകേന്ദ്രത്തിലേക്ക് സഹോദരി കടന്നു വന്നത്. അതീവ ദുഃഖം പറയുക, കുഞ്ഞിനെ വളർത്തി കൊതു തീർന്നില്ല, കണ്ട് കൊതു തീർന്നില്ല, കളിപ്പിച്ച് കൊതു തീർന്നില്ല. രോഗത്തിൻ്റെ തുടക്കം തൊട്ടേ ഇതിനെ കൊണ്ട് ഇവർ ആശുപത്രികൾ കയറി നടക്കുന്നതാണ്. പക്ഷേ ഇത് മരണത്തോളം എത്തി എന്നുള്ള കാര്യം ഡോക്ടർമാരും മനസ്സിലാക്കിയില്ല, കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. വളരെ പെട്ടെന്ന് പനി കൂടി, കൊച്ചങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു, കുഞ്ഞ് മരണപ്പെട്ടു. ഈ അമ്മ പറയുക, സിസ്റ്റർ, ആ മരണ നിമിഷത്തെ ഓർക്കുമ്പം എനിക്ക് വലിയ സങ്കടമുണ്ട്. എങ്കിലും ആ സഹോദരി അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് വെച്ച് പറഞ്ഞ ഒരു സെൻറ്റൻസ് വളരെ ശ്രദ്ധേയമാണ്. പറയുക,
കുഞ്ഞ് മരിച്ചെന്നോർത്ത് എൻ്റെ സമാധാനമൊന്നും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ കൊടിയ നിരാശയിലേക്കും വലിയ ദുഃഖത്തിലേക്കും ഒന്നും പോയിട്ടില്ല. ദൈവം തന്ന ഈ ജീവിതം ജീവിച്ചു തീർക്കുന്നതിനിടയിൽ നമ്മൾക്ക് നമ്മുടെ നേരെ ആഞ്ഞടിക്കുന്ന വൻ ദുരന്തങ്ങളെല്ലാം സ്വീകരിക്കുവാനുള്ള സ്വർഗീയമായ ശക്തിയും കഴിവും കർത്താവ് തന്നെ കൊടുത്തിരിക്കുക. അതുകൊണ്ട് ആ സഹോദരി പറയുക, ഞാനത് സ്വീകരിച്ചു. ഇനി എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ദുഃഖം ഉണ്ടല്ലോ സിസ്റ്ററെ, ആ ദുഃഖം ഒന്ന് എന്നിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ വചനം കേട്ട് സന്തോഷം സ്വീകരിക്കാനായിട്ട് കടന്നു വന്നിരിക്കുകയാണെന്ന്. നമുക്ക് കർത്താവ് ഈ ജീവിതയാത്ര നന്നായി ജീവിച്ച് തീർക്കാൻ വേണ്ടി സ്നേഹം തന്നു, സമാധാനം തന്നു. വീണ്ടും നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിലേക്ക് ഇപ്പോൾ കാണുകയാണ്. എൻ്റെ സന്തോഷം നിങ്ങളിലാകാനും അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനുമാണ് ഞാൻ നിങ്ങളോട് ഇത് അരുളി ചെയ്തത്. അവിടുത്തെ സന്തോഷം നമുക്ക് തന്നു, സ്നേഹം തന്നു, സമാധാനം തന്നു, സന്തോഷം തന്നു. ഈ ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയിൽ ഇത് മൂന്നും നമുക്ക് ആവശ്യമാണെന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ടാണ് അവിടുത്തെ സ്നേഹവും അവിടുത്തെ സമാധാനവും അവിടുത്തെ സന്തോഷവും കൊണ്ട് നമ്മളെ എല്ലാവരെയും അവിടുന്ന് കിരീടം അണിയിച്ചിരിക്കുന്നത്. ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സിയോൻ മല പോലെ, വചനത്തിൽ പറയുന്ന സിയോൻ മല പോലെ ഉറച്ച വിശ്വാസമുള്ളവരായി കർത്താവ് നമുക്ക് വേണ്ടി തന്ന ഈ കൊച്ചു ജീവിതം വലിയ സമാധാനത്തോടുകൂടെ ആനന്ദത്തോടുകൂടെ ഓടി തീർക്കാനും നമുക്ക് പിന്നെ ജീവിതം നയിച്ച ശ്രേഷ്ഠരായ വിശുദ്ധരായ ആ ആത്മാക്കളോട് ഒപ്പം സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും നമുക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ആ സമ്മാനം, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ സ്വർഗ സമ്മാനം, പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ സമ്മാനം വാങ്ങണം. ആ സമ്മാനത്തിന് വേണ്ടി നമുക്ക് ജീവിക്കണം. ആ സമ്മാനത്തിന് വേണ്ടി നമുക്ക് പൊരുതണം. ആ സമ്മാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ സമ്മാനത്തിന് വേണ്ടി നമുക്ക് അധ്വാനിക്കണം. അങ്ങനെ സ്വർഗമാകുന്ന ആ വലിയ സമ്മാനം സ്വന്തമാക്കുമ്പോൾ നമുക്ക് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ പറയാനായിട്ട് സാധിക്കും, എൻ്റെ പിന്നിലുള്ള എല്ലാറ്റിനെയും വിസ്മരിച്ചിട്ട് എൻ്റെ മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കി ഞാൻ ഓടുകയാണ്. അങ്ങനെ നമ്മൾ ഓട്ടത്തിൻ്റെ പരിശീലനത്തിലായിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും ഓരോ വർഷങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഓടി കർത്താവ് തരുന്ന ആ വലിയ തീരാത്ത സന്തോഷം, കർത്താവ് തരുന്ന എടുക്കപ്പെടാൻ സാധ്യമല്ലാത്ത വലിയ സമാധാനം, കർത്താവ് നമുക്ക് തന്ന ആ വലിയ സ്നേഹം, ഇതെല്ലാം സ്വന്തമാക്കുവാനായിട്ട് അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ജീവിതമൊക്കെ അങ്ങയുടെ ഹിതപ്രകാരം ജീവിച്ചു തീർക്കുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും പരിശുദ്ധാത്മ നിറവും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.